കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര നിയമസഭാ മണ്ഡലമാണ് തിരുവമ്പാടി. തിരുവമ്പാടി മണ്ഡലത്തിന്റെ രാഷ്ട്രീയം ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുമെന്ന് ഉറപ്പാണ്. കാരണം തിരുവമ്പാടി UDFിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അവിടെ ആ സീറ്റ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണ തിരുവമ്പാടി മണ്ഡലത്തിന് പല സാധ്യതകളും പറഞ്ഞു കേൾക്കുന്നു. ഒരേ സമയം മലയോര കർഷകർക്കും കുടിയേറ്റ കർഷകർക്കുമൊക്കെ പ്രാധാന്യമുള്ള ഇടയമാണ്. ഒപ്പം സമ്മിശ്രമായി മുസ്ലിം, ക്രൈസ്തവ, ഹിന്ദു വിഭാഗങ്ങൾ കൂടുതലായുള്ള ഒരു ജനമേഖലയാണ്. ആ കുടിയേറ്റ മേഖലയിൽ ഇത്തവണ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് നല്ലത് എന്നൊരു ആലോചന UDFിനകത്ത് നടക്കുകയാണ്. കാരണം അത് ലീഗിൽ നിന്നും കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കാനുള്ള ചില ആലോചനകളുണ്ട്. ജോസ് കെ മാണി UDFിനൊപ്പം എത്തിയെങ്കിൽ തിരുവമ്പാടി സീറ്റ് കൈമാറാം എന്നൊരു പ്രപ്പോസൽ UDFിൻ്റെ കൈവശമുണ്ടായിരുന്നു. അതല്ല, PV അൻവറിന് ആദ്യം ഇടതുബന്ധം ഉപേക്ഷിച്ച് വരുന്ന PV അൻവറിന് തിരുവമ്പാടി നൽകാം, അങ്ങനെയും ഒരു ആലോചനയുണ്ടായിരുന്നു. എന്തായാലും തിരുവമ്പാടി രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഇടമാണ്. ഇതിനെ സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ടായിരിക്കുന്നത് തിരുവമ്പാടിയിൽ താമരശ്ശേരി ബിഷപ്പ് നടത്തിയ ചില പ്രസ്താവനകളാണ്. അതായത് ക്രൈസ്തവ സഭാംഗമായ ഒരാൾ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരണം എന്ന നിലപാടാണ് താമരശ്ശേരി ബിഷപ്പ് സ്വീകരിച്ചത്. ഇത് കടുത്ത തരത്തിലുള്ള പ്രതിസന്ധി, സമ്മർദ്ദം UDFിന് മുന്നിൽ ഉണ്ടാവുകയാണ്. കാരണം ലീഗ് മത്സരിക്കുമ്പോൾ എങ്ങനെ അവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന ചോദ്യമാണ്. മാത്രമല്ല, ആ സീറ്റ് UDF ഏറ്റെടുത്താൽ, കോൺഗ്രസ് ഏറ്റെടുത്താൽ തന്നെ അത് ലീഗ് വോട്ടുകൾ എതിരെയാകുമോ എന്ന ചോദ്യമാണ്. ചുരുക്കത്തിൽ ഒരു വർഗീയ ധ്രുവീകരണ സാധ്യതകളൊക്കെ ഈ താമരശ്ശേരി തിരുവമ്പാടി മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. താമരശ്ശേരി ബിഷപ്പിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന് മുസ്ലിം ലീഗിനുള്ളിൽ ശക്തമായ നിലപാട് ഉയർത്തുന്നവരുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്ത് ലീഗിന് മറ്റൊരു സീറ്റ് നൽകാനുള്ള നീക്കം പ്രതിസന്ധിയിലാക്കുമെന്ന വാദം കൂടി ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഈ നീക്കം, അതിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ഡലത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ ചിത്രം അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ സംഭവത്തിൽ നടക്കാൻ പോവുക? കോൺഗ്രസ് തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്താണ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം? സഭാ നേതൃത്വം, ക്രൈസ്തവ സഭാ നേതൃത്വം, കത്തോലിക്ക സഭാ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഗുണം ചെയ്യുന്നത് ആർക്ക്? UDFിന് ഗുണം ചെയ്യുമോ? നോക്കുക, ഇടതുപക്ഷത്ത് ലിൻഡോ ജോസഫ് എന്ന യുവ MLA ആണ് അവിടെയുള്ളത്. LDFിൻ്റെ CPMൻ്റെ ഒരു MLA ആണ് ലിൻഡോ ജോസഫ്. ലിൻഡോ ജോസഫിൻ്റെ വിജയവും സാഹചര്യവും നമുക്ക് നോക്കാം. 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലിൻഡോ ജോസഫ് നേടിയത് 67,867 വോട്ടുകളാണ്. CP ചെറിയ മുഹമ്മദ് UDF സ്ഥാനാർത്ഥിയായിരുന്നു. ലീഗിൽ നിന്ന് 63,224 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. ബേബി അമ്പാട്ട് എന്ന NDA സ്ഥാനാർത്ഥി 7,794 വോട്ടുകളാണ് നേടിയത്. ഇതാണ് 2021 തെരഞ്ഞെടുപ്പ് ചിത്രം. മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ, താരതമ്യേന മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ലിൻഡോ ജോസഫ് അവിടെ നിന്ന് വിജയിച്ചു വരുന്നത്. ലിൻഡോ ജോസഫിന് എത്ര വലിയ വെല്ലുവിളി ഇത്തവണ ഉയർത്തും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണത്തെ സാഹചര്യം ഇത്തവണ ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടാവുന്നുണ്ട് എന്നൊന്നും നോക്കാം. ഇനി നമുക്ക് നോക്കാം 2025 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് എന്ന കാര്യം കൂടി. 2025 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. തിരുവമ്പാടി ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന തിരുവമ്പാടിയിലെ റിസൾട്ട് ഇങ്ങനെയാണ്. 76,405 വോട്ടുകളാണ് UDFിന് ആ മണ്ഡലത്തിൽ നേടാനായത്. ഇടതുമുന്നണി വോട്ടുകൾ നോക്കൂ, 52,208 വോട്ടുകളാണ് NDA നേടിയത്. 5,338 വോട്ടുകളാണ് UDFിൻ്റെ ലീഡ്. 24,197 വോട്ടുകളാണ്. നോക്കൂ, UDFിന് വലിയ രീതിയിലുള്ള മജോറിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിൽ അവിടെ ഉണ്ട് എന്നതാണ് രാഷ്ട്രീയ ചിത്രം. അതായത് ഒരു LDFിൻ്റെ ഉറച്ച മണ്ഡലമല്ല, അതേസമയം ശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന ഇടം എന്നതാണ് അവിടുത്തെ സാഹചര്യം. വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയമാണ് തിരുവമ്പാടി ഇത്തവണ പറയാൻ പോകുന്നത്. അവിടെ കത്തോലിക്ക സഭ UDF അനുകൂല രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാൽ, മധ്യകേരളത്തിലൊക്കെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു UDF ട്രെൻഡ് പ്രകടമായിരുന്നു. അത് സ്വാഭാവികമായും ക്രൈസ്തവ വോട്ടുകൾ UDFിലേക്ക് തന്നെ പോയി എന്നതാണ് ആ കണക്കുകളൊക്കെ വിലയിരുത്തപ്പെട്ടത്. അങ്ങനെയെങ്കിൽ തിരുവമ്പാടിയിലും നടക്കാൻ പോകുന്ന രാഷ്ട്രീയം അതാണോ? അത് എത്ര കണ്ട് വെല്ലുവിളി ഉണ്ടാക്കും ഈ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കാം ഇതിൻ്റെ രാഷ്ട്രീയം. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഈ മുസ്ലിം ലീഗിൻ്റെ മത്സരിക്കുന്ന ഇടം, ആ സീറ്റിൽ ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥി വേണമെന്ന് സഭാ നേതൃത്വം ഇടപെട്ടാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രശ്നം ചെറുതായിരിക്കില്ല. ഇത് യഥാർത്ഥത്തിൽ UDFിന് മേലൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുകയാണല്ലോ. ഈ വിഷയത്തിൽ ലീഗ് നിലപാട് എന്താണ്? ലീഗ് തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കുമോ? അത്തരം രാഷ്ട്രീയ നീക്കം അവിടെ സംഭവിക്കുന്നുണ്ടോ?
സജിത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ജില്ലയിലെ UDF-നുള്ളിൽ. അതായത് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകിയ ശേഷം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നല്ല സീറ്റ് ലീഗ് ഏറ്റെടുക്കുക, അത്തരമൊരു ചർച്ച കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നടക്കുന്നുണ്ട്. PV അൻവറിൻ്റെ പേര് ചേർത്തായിരുന്നു കുറച്ച് നാൾ ചർച്ചകൾ നടന്നത്. ഒപ്പം മലപ്പുറത്തു നിന്നുള്ള DCC പ്രസിഡന്റ് BS ജോയിയെ മത്സരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും ചർച്ചകൾ നീങ്ങി. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ചർച്ച ഒരു കീറാമുട്ടിയായി തന്നെ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ക്രൈസ്തവ സഭയുടെ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. മത്തായി ചാക്കോ എന്ന കരുത്തനായ CPM നേതാവിൻ്റെ ഒരു പോരാട്ടമാണ് 2006 ഈ മണ്ഡലം LDF-ന് നൽകാൻ സഹായകരമായത്. പിന്നീട് ജോർജ് തോമസ് 2 വട്ടം ജയിക്കുന്നു. അതിനുശേഷം ലിൻഡോ ജോസഫിലേക്ക് എത്തുന്നു. ലിൻഡോ ജോസഫ് സഭയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥി. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു MLA കൂടിയാണ് ലിൻഡോ ജോസഫ് എന്ന് പറയേണ്ടി വരും. വളരെ ജനകീയനായ ആളാണ്, സഭയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. നമ്മൾ ഈ തുരങ്കപാത ഉദ്ഘാടനം നടക്കുന്ന ദിവസമൊക്കെ താമരശ്ശേരി ബിഷപ്പൊക്കെ വലിയ തോതിൽ പ്രശംസാ വാക്കുകൾ കൊണ്ട് ലിൻഡോ ജോസഫിനെ മൂടുന്ന കാഴ്ച കണ്ടു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒരു ക്രൈസ്തവ മുഖത്തെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി താമരശ്ശേരി രൂപത രംഗത്തെത്തിയത്. അതൊരു വലിയ സമ്മർദ്ദമായി UDF-ൻ്റെ മുകളിൽ ഉണ്ടാനും. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ ഒരു അയവ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും പ്രകടമാണെങ്കിൽ പോലും പ്രാദേശിക വികാരം അങ്ങേയറ്റം ആ തീരുമാനത്തിന് എതിരാണ്. അതായത് കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് തന്നെ ലീഗ് നീങ്ങുന്ന സാഹചര്യം. ഒപ്പം മറുവശത്ത് ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആളെ ഒരു ലീഗിൻ്റെ പൊതു സ്വതന്ത്രനായി അവതരിപ്പിക്കണമെന്ന നിർദ്ദേശവും ഒരു ഭാഗത്തുനിന്നും വരുന്നു. പക്ഷേ ഇത് രണ്ടും ആത്മഹത്യാപരമാണ് എന്നൊരു നിലപാടിൽ തന്നെയാണ് പ്രാദേശിക തലത്തിലെ ലീഗ് നേതാക്കൾ പറയുന്നത്. കാരണം ഈ സീറ്റ് ഏകപക്ഷീയമായി കോൺഗ്രസിന് വിട്ടു നൽകിയാൽ അത് രാഷ്ട്രീയമായ വലിയ തിരിച്ചടി ലീഗിന് നൽകും. മറ്റൊരു പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ മറ്റു ചില ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു പൊതു സ്വതന്ത്രനെ നിർത്തേണ്ടി വന്നാൽ അതും പാർട്ടിയുടെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. ഒപ്പം ഈ നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ച് പ്രാദേശിക തലത്തിലെ വികാരങ്ങൾ മാനിക്കാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയാൽ ലീഗ് പ്രവർത്തകരുടെ വലിയ നിസ്സഹകരണമാവും ആ മണ്ഡലത്തിൽ ഉണ്ടാവാൻ ഇടയുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ വർദ്ധിപ്പിച്ച് തന്നെ ലിൻഡോ ജോസഫ് ജയിക്കാനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നു. ഇന്നലെ നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗം, ലീഗിൻ്റെ കോഴിക്കോട് നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഈ സീറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ചർച്ചകൾ നടന്നെങ്കിലും ഒരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ജില്ലാ ഘടകം തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പ്രാദേശിക തലത്തിൽ നിന്നും ശക്തമായ വിയോജിപ്പുകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് എങ്ങും എത്താത്ത അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും മറ്റുമൊക്കെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം സജിത്ത് പറഞ്ഞു. കൂടരഞ്ഞി, കോടഞ്ചേരി, പുതുപ്പാടി, കൊടിയത്തൂർ എന്നിങ്ങനെയുള്ള പല പഞ്ചായത്തുകളും UDF-ൻ്റെ ഒരു അപ്രമാദിത്വമുള്ള സ്ഥലങ്ങളാണ്. അതിൽ കാരശ്ശേരിയിലും മുക്കത്തും മാത്രമാണ് നിലവിൽ ഇത്തവണ LDF-ന് ഭരണം പോലും പ്രാദേശിക തലത്തിലുള്ളത്. അതുകൊണ്ട് അത്രമാത്രം അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലത്തിൽ ഏത് സാഹചര്യത്തിലും വിജയിച്ച് വരാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ അവിടെ ഒരു തവണ മാത്രമാണ് UDF-ന് വിജയിക്കാൻ പറ്റിയത്. UDF-ന് വലിയ വിജയസാധ്യതയുള്ളൊരു മണ്ഡലവുമാണ്. പക്ഷേ എന്ത് തരത്തിലൊരു ഫോമുല ഉരുത്തിരിയും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സീറ്റ് മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും എന്നതിനെക്കുറിച്ചൊരു വലിയ ആശങ്ക ഇപ്പോഴും UDF-ലുണ്ട്. കാരണം താമരശ്ശേരി രൂപതയുടെയും മറ്റുമൊക്കെ നിർദ്ദേശം അവഗണിച്ച് ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയുമായി അല്ലെങ്കിൽ ഒരു ലീഗ് സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോയാൽ ഒരു തരത്തിലുമുള്ള പിന്തുണ ക്രൈസ്തവ വോട്ടർമാരിൽ നിന്നും ഉണ്ടാവില്ല എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് താമരശ്ശേരി രൂപത UDF-ന് നൽകുന്നത്. അതുകൊണ്ട് രൂപതയുടെ ഒരു വാക്കിനെ ധിക്കരിച്ച് മാത്രം അല്ലെങ്കിൽ ധിക്കരിച്ചുള്ള ഒരു മുന്നോട്ട് പോക്ക് വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കും. അത് ഈ മണ്ഡലത്തിൽ മാത്രമല്ല, മലയോര മേഖലകളിലെ മറ്റ് മണ്ഡലങ്ങളിലും ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രതിധ്വനി ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ജോസ് കെ മാണി വിഭാഗമൊക്കെ ഇപ്പോൾ കൃത്യമായി തന്നെ LDF-ൽ ഉറച്ചു നിൽക്കുമ്പോൾ മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകളിൽ വലിയൊരു അനുകൂല ഘടകം ഇപ്പോൾ CPM-നുണ്ട്. അത് ആ രീതിയിൽ തന്നെ തിരുവമ്പാടിയിൽ പ്രതിഫലിക്കും എന്നാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്നലെ നടന്ന ചർച്ചയിലും യാതൊരു തീരുമാനവും ആയിട്ടില്ല. ഇനി അടുത്ത് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് ഈ തിരുവമ്പാടി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. നിലവിൽ ഒരു തരത്തിലും സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നത് തന്നെയാണ് ലീഗിൻ്റെ ഏറ്റവും പുതിയ നിലപാട്. സജിത്ത്. ഒപ്പം അനീഷ്, ഇതിൽ UDF-ന് മേലുള്ളൊരു സമ്മർദ്ദം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ. കാരണം സഭാ നേതൃത്വം ഇത്തരമൊരു സമ്മർദ്ദം ചെലുത്തിയാൽ അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നാൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി മറ്റൊരു വശത്ത്. അപ്പോൾ സഭ ഇത് ഔദ്യോഗികമായി തന്നെ ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥി അവിടെ വേണമെന്ന ആവശ്യം സമ്മർദ്ദമായി UDF-ന് മുന്നിൽ യഥാർത്ഥത്തിൽ ഉയർത്തുന്നുണ്ടോ? അത്തരമൊരു സമ്മർദ്ദം കോൺഗ്രസിന് മുന്നിലുണ്ടോ?
തീർച്ചയായും സഭയുടെ ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് UDF നേതാക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ തിരുവമ്പാടിയിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ മൊത്തായി ചാക്കോ ജയിച്ച ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് CPM ഈ തിരുവമ്പാടി നിലനിർത്തുന്നത്. അതിനിടയിൽ ഒരു തവണ മാത്രമാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ലീഗ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കുന്നത്. ലീഗ് വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വോട്ടുകൾ കൂടി ചേർന്നാൽ അല്ലെങ്കിൽ UDFന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾക്കൊപ്പം ഈ ക്രൈസ്തവ മേഖലയിലുള്ള നിഷ്പക്ഷരായ ആളുകളുടെ വോട്ടുകൾ കൂടി കിട്ടിയാൽ കൃത്യമായി ആ സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിച്ചു പോകാം എന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് UDF ഉള്ളത്. പക്ഷേ ലീഗ് അതിനോട് അനുകൂലമായൊരു തീരുമാനം ഈ ഘട്ടത്തിൽ എടുക്കാത്തതാണ് ഒരു തിരിച്ചടിയായി മാറുന്നത്. ഈ പ്രാദേശിക തലത്തിലെ സമ്മർദ്ദം അവഗണിച്ച് വേണമെങ്കിൽ നേതൃതലത്തിൽ ഒരു തീരുമാനമെടുത്ത ശേഷം ഒരു കത്തോലിക്കനായ അല്ലെങ്കിൽ ക്രൈസ്തവനായ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി മറ്റുമൊക്കെ ഒരു പരീക്ഷണം നടത്താൻ കഴിയുമായിരിക്കും. പക്ഷേ അങ്ങനെ കഴിഞ്ഞാലും അത് താഴെത്തട്ടിലേക്ക് എത്തില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ നിലവിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഈ ലീഗ് പ്രവർത്തകർ വലിയ വികാര പ്രകടനം നടത്തുന്നുണ്ട്. അവർ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും മറ്റുമൊക്കെ ഇത്തരത്തിൽ സീറ്റ് വിട്ടു നൽകാനുള്ള ഒരു നീക്കത്തിനെതിരെ തന്നെ രംഗത്തെത്തുന്നുണ്ട്. ഈ ലീഗിൽ തന്നെ പൊതു സമ്മതരായ ആളുകൾ നിലവിലുണ്ട്. ഈ ഫാത്തിമ തെഹ്ലിയെ പോലുള്ള ആളുകൾ, PK ഫിറോസ്, നവാസിനെ പോലെയൊക്കെയുള്ള യുവ മുഖങ്ങളുണ്ട്. അവർക്കൊക്കെ എവിടെ വേണേലും ഒരു പോരാട്ടം നടത്തി പൊതു സമ്മതരായ ഒരു സ്ഥാനാർത്ഥി എന്ന പ്രതീതി നിലനിർത്താൻ കഴിയുന്നവരാണ്. നിഷ്പക്ഷരായ ആളുകളുടെയും യുവാക്കളുടെയും ഒക്കെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നവരാണ്. മതേതര നിലപാടുകൾ എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ആളുകളാണ് എന്നൊക്കെയാണ് ലീഗ് അണികൾ പ്രാദേശിക തലത്തിൽ ഈ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രണ്ട് തരത്തിലെ പ്രശ്നങ്ങളാണ്. സീറ്റ് ഏറ്റെടുത്ത് ബലമായി മത്സരിക്കാൻ ഒരു തീരുമാനം നേതൃതലത്തിൽ നിന്നുണ്ടായാൽ താഴെ തട്ടിൽ പ്രവർത്തകരിൽ നിന്നും വലിയ ഒരു കാലുവാരൽ ഉണ്ടാവും. മറുവശത്ത് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ ഒരു നിശ്ചിത ശതമാനം വോട്ടുണ്ട്. അത് കൃത്യമായി തന്നെ LDFിലേക്ക് പോകും. ലിൻഡോ അവർക്ക് വളരെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ്. നിലവിൽ തന്നെ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. രൂപതയുമായി വലിയ ഒരു അടുപ്പം പുലർത്തുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് ഈ രണ്ട് ചർച്ചകൾക്കിടയിലാണ് നിൽക്കുന്നത്. ഉഭയകക്ഷി ചർച്ചയിൽ തന്നെയാവും എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം വരിക. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, UDFന് വലിയ ഒരു മേൽക്കൈയുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷേ പ്രത്യേക കാരണങ്ങളാലാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഒരു മേന്മ കൊണ്ട് തന്നെയാണ് LDF കഴിഞ്ഞ 4 വട്ടവും ജയിച്ചു പോന്നിരിക്കുന്നത്. സജിത്ത്. യെസ്, അതാണ് തിരുവമ്പാടിയുടെ രാഷ്ട്രീയം. എന്തായാലും തിരുവമ്പാടി ഇക്കാര്യം ഇത്തവണ നിർണായകമാവും. കാരണം പലതുകൊണ്ടും പ്രത്യേകതകൾ ഏറെയുള്ള മണ്ഡലമാണ് തിരുവമ്പാടി. അതുകൊണ്ട് തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫിൻ്റെ എതിരാളിയായി UDF തെരഞ്ഞെടുക്കുന്നത് ആരെ? ലീഗിൽ നിന്നും കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുമോ? അത്തരം നയതന്ത്രം അവിടെ പയറ്റുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.